കേരയിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ കേരയിലിന് മഞ്ഞക്കുറ്റി സ്ഥാപിച്ച സമയത്ത് സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ സമരം നടന്ന കോഴിക്കോട് കാട്ടിൽ പീടികയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ സമരപന്തലുണ്ടായിരുന്നു. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ആ മഞ്ഞക്കുറ്റി പിഴുതെറിയുകയും സമരം സംസ്ഥാന വ്യാപകമായി എല്ലാവരും ഉപേക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഒരു സ്മരണാർത്ഥം ഇപ്പോൾ ഇവിടെ ആ മഞ്ഞക്കുറ്റി ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ സമരസമിതി പ്രവർത്തകരൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അന്ന് സമരം ചെയ്ത ആളുകളാണ് നമുക്കൊപ്പം ചേരുന്നത്. അതായത് നമ്മൾ അന്ന് ഈ മഞ്ഞക്കുറ്റി ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു സ്ഥാപിച്ചത്. കാരണം പൂർണ്ണമായിട്ടും കേരയിൽ എന്ന പദ്ധതി തന്നെ സർക്കാർ ഉപേക്ഷിച്ചു. ഇപ്പം വീണ്ടും കേൾക്കുന്നത് അതിവേഗ റെയിൽ എന്ന് പറയുന്ന പുതിയ പദ്ധതിക്ക് UDF സർക്കാർ രൂപം നൽകുകയാണ്. ശ്രീധരനുമായി അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വീണ്ടും ഇത്തരത്തിലൊരു പദ്ധതിയുമായിട്ട് വരുന്ന സമയത്ത് എന്താണ് അന്ന് സമരം ചെയ്ത ആളുകൾ എന്ന നിലയ്ക്ക് ഏത് തരത്തിലുള്ള മുൻകരുതൽ ഈ വിഷയത്തിൽ സ്വീകരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്? ഈ സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് ചാനലിലാണ് ഈ വാർത്ത കണ്ടത്. അപ്പോൾ ഞങ്ങളും ഇതിൻ്റെ വ്യക്തമായൊരു ചിത്രം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ എന്താണ് ഒരു പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി പഠനം നടത്തും. തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലെ കേരള ജനതയെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ശക്തമായി സമരസമിതി മുന്നോട്ടുണ്ടാവും. അതേസമയത്ത് നമ്മൾ ഇന്ത്യൻ റെയിൽവേ സമാന്തരമായിട്ട് നമുക്ക് അവിടെ വികസനം നടക്കാനുണ്ട്. നമ്മൾ മുമ്പും പറഞ്ഞ കാര്യമാണ്, അവിടെ വികസനം നടക്കും എന്നുള്ളത്. വളവ് നിവർത്തിയിട്ടില്ല. അപ്പോൾ അവിടെ സമാന്തരമായി ഒരു പാത കൂടി വന്ന് റെയിൽവേ യാത്ര സുഗമമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇനി ഈ കാര്യങ്ങളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. ഇതിൻ്റെ DPR വരട്ടെ, ഇതിനെപ്പറ്റി പഠനം നടത്തട്ടെ. ഞങ്ങൾ മുമ്പ് ഇതിൻ്റെ ആശങ്ക അന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ സാറിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഇതിനെപ്പറ്റി എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി സമയമെടുത്തു. പഠിച്ചതിന് ശേഷമാണ് UDF ഞങ്ങളുടെ സമരത്തിൻ്റെ കൂടെ കൂടിയത്. സ്വാഭാവികമായിട്ടും അങ്ങനെ കേരളത്തിനെ തകർക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി UDF സർക്കാർ മുന്നിട്ട് നിൽക്കില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയാൽ, ഇതിൻ്റെ DPRും മറ്റു കാര്യങ്ങളും കിട്ടിയാൽ സമരരംഗത്ത് ഇറങ്ങേണ്ട ഒരു വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സമരരംഗത്തേക്ക് ഉണ്ടാവും. അതല്ല കേരളത്തെ ബാധിക്കാത്തൊരു വിഷയത്തിൽ വികസനമാണെങ്കിൽ ഞങ്ങളാരും വികസന വിരോധികളല്ല. ആദ്യമായി പറയാനുള്ള സംഭവമാണ്. ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന വിഷയം അതാണ്. ഞങ്ങളാരും വികസന വിരോധികളല്ല. ഇവിടെ വികസനം വേണം, റെയിൽവേ പാത ഇരട്ടിപ്പിക്കലെല്ലാം വേണം. അപ്പോൾ അതിന് മുൻഗണന നടത്തിയിട്ട് ഇപ്പോൾ ഉള്ള റെയിൽവേക്ക് മുൻഗണന നടത്തിയിട്ട് ഈ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പം ഇവർ നിൽക്കുന്ന പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് സമരം അവസാനിച്ച സമയത്ത് മധുരമൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ജനകീയ സമരസമിതിയുടെ അതായത് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി അവരുടെ നേതൃത്വത്തിൽ VD സതീശൻ സർക്കാരിന് അഭിനന്ദനങ്ങൾ ഒക്കെ പറഞ്ഞിട്ടാണ് ഈ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് ബോർഡ് സ്ഥാപിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളിങ്ങനെ ഈ വിഷയത്തിൽ തന്നെ കാണേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഈ വിഷയത്തിൽ എന്തായാലും ഒരു പദ്ധതി വരാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഇപ്പോൾ ശ്രീധരൻ സാർ പറഞ്ഞതനുസരിച്ച് 1 ലക്ഷം കോടി രൂപ ചെലവ് വരുമെന്നും പിന്നെ സ്റ്റാൻഡേർഡ് ഗേജാണ് ഈ വരുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ സാധാരണക്കാരനെ കേരളത്തിനെ വിനാശകരമായി ബാധിക്കുകയാണെങ്കിൽ അതിനെതിരെ സമരം ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ്. അതെന്താണ് എന്ന് കൃത്യമായി പഠിച്ചതിന് ശേഷം അത് ഈ വരുന്ന 13-ാം തീയതി സംസ്ഥാന കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ മീറ്റിങ്ങിനകത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയവിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ പദ്ധതി വരുന്നത് അതിനനുസരിച്ചായിരിക്കും ആ സമയത്ത് നമ്മൾ നിലപാടെടുക്കുന്നത്. അതാണ് നമ്മളെ ഒരു കാഴ്ചപ്പാട്. അപ്പം അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതായത് ജനങ്ങളുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചില്ല, ആളുകളുടെ ആശങ്ക അകറ്റിയില്ല, പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞ രീതിക്ക് നടത്തിയതാണ്. ഇങ്ങനൊരു പദ്ധതി വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതാണോ? ജനങ്ങളുമായി സംവദിക്കുക, ആശങ്കയുണ്ടെങ്കിൽ. കാരണം എന്താ വെച്ചാൽ ഈ ശ്രീധരൻ സാർ കൊണ്ടുവരുന്ന അന്ന് പറഞ്ഞൊരു സംഭവമാണിത്. പക്ഷെ അതിനെപ്പറ്റി അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് ചർച്ച നടത്തുകയോ ശ്രീധരൻ സാറിനെ മുകളിൽ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഈ കാര്യത്തിലൊരു വിദഗ്ധനാണല്ലോ അദ്ദേഹം. കാരണം പല സ്ഥലത്തും മെട്രോ റെയിലൊക്കെ ഉണ്ടാക്കിയ ആളാണ് ഈ ശ്രീധരൻ, ഡൽഹിയിലും അതേമാതിരി ബാംഗ്ലൂരിലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അന്ന് ഇവർ കണക്കിലെടുത്തില്ല അന്നത്തെ ഗവൺമെൻറ്. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകാൻ VD സതീശൻ സാറ് ഈ ശ്രീധരനായിട്ട് ഇന്നലെ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വന്നു കഴിഞ്ഞാലുള്ളൂ. ഏതായാലും നാട്ടുകാർക്കോ ജനങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പദ്ധതിക്ക് VD സതീശൻ സാറ് അനുമതി നൽകില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ നിലവിൽ കമ്മിറ്റിക്കുള്ളത്. ഇനിയിപ്പോൾ ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം. സർക്കാരിൽ വിശ്വാസമുണ്ട്. തീർച്ചയായും സർക്കാരിൽ വിശ്വാസമുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. സമരസമിതി പിരിച്ചുവിട്ടില്ല. സമരസമിതി ഇപ്പോൾ നിലവിലുണ്ട് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും.
അപ്പം അതാണ്, അതായത് പദ്ധതി എന്താണ്, DPR എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തത കൈവന്നിട്ടില്ല. പക്ഷേ ഈ സർക്കാരിൽ വിശ്വാസമുണ്ട്. സർക്കാർ അതായത് ജനങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിൽ യാതൊന്നും ചെയ്യില്ല എന്ന ഒരു കാര്യമാണ് ഇവരെല്ലാവരും വെച്ചു പുലർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ളതാണ്. ആരും തന്നെ വികസനത്തിന് എതിരല്ല. എന്നാൽ അതേ സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ ആവശ്യമെങ്കിൽ സമരരംഗത്തേക്ക് ഇറങ്ങും. എന്തായാലും 13-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ യോഗത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് ഇപ്പോൾ സമരസമിതി പ്രവർത്തകരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.